الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فأما من طغى وآثر الحياة الدنيا فإن الجحيم هي المأوى وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവശക്തനും പരമപരിശുദ്ധനുമായ പടച്ചവൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ചു ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ ശിരസാവഹിക്കുകയും അതനുസരിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പ്രിയ കൂട്ടുകാരൻ, വിശിഷ്ടാതിഥി നമ്മോട് വിട പറയാൻ ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമേയുള്ളൂ. വളരെ പ്രതീക്ഷയോടെയും ആഗ്രഹത്തോടെയും നമ്മിലേക്ക് കടന്നു വരികയും ദിനരാത്രങ്ങൾ നമ്മളിൽ ചെലവഴിക്കുകയും ചെയ്തിട്ടുള്ള ആ വിശുദ്ധ റമളാൻ നമ്മോട് വിട ചോദിച്ചാലും ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം നമ്മളിലേക്ക് കടന്നു വരും. പക്ഷേ അങ്ങനെയൊരു റമളാൻ കടന്നു വരുമ്പോൾ അതിനെ സ്വാഗതം ചെയ്യാൻ നാം ഉണ്ടാകുമോ എന്നതാണ് സംശയം. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഓരോ നമസ്കാരം നമസ്കരിക്കുമ്പോഴും നിങ്ങൾ നമസ്കരിക്കേണ്ടത് കഅന്നഹു സ്വലാത്തു മുവദ്ദിഅ്, ഒരു വിട പറയുന്നവൻ്റെ നമസ്കാരം പോലെയാണ് എന്ന് പറഞ്ഞതുപോലെ ഇനിയൊരു റമളാനിൽ ഞാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അടുത്ത റമളാൻ സമാഗതമാകുമ്പോൾ എൻ്റെ അവസ്ഥ എന്താണെന്നറിയില്ല. ഉണ്ടായാൽ തന്നെയും നോമ്പ് നോൽക്കാനോ അതുപോലെ തന്നെ അതിനോട് നല്ല രൂപത്തിൽ സമീപിക്കുവാനോ എൻ്റെ ആരോഗ്യസ്ഥിതി അനുഭവിക്കുമോ എന്നും അറിയില്ല. അതുകൊണ്ട് ഇപ്പോൾ കിട്ടിയ ഈ അവസരം സുവർണാവസരങ്ങളാണ്. അതിൻ്റെ അവസാന ദിനങ്ങളിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്. ഇതുപോലെയുള്ള ശ്രേഷ്ഠകരമായ ദിനം നമ്മളിലേക്ക് ഇനി കടന്നു വരണമെങ്കിൽ ഒരു വർഷം കഴിയേണ്ടതുണ്ട്. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യമനിലേക്ക് ഗവർണറായി നിയോഗിക്കുമ്പോൾ
അദ്ദേഹത്തെ യാത്ര അയക്കുന്ന സമയത്ത് പറയുകയുണ്ടായി, യാ മുആദ് ലഅല്ലക അൻ തമുറ ബി മസ്ജിദി ഹാദാ ഔ ഖബ്രി. മുആദേ, നീ തിരിച്ചു വരുമ്പോൾ ഒരു പക്ഷേ എൻ്റെ ഖബറിൻ്റെ അടുത്തുകൂടെയോ ഈ മസ്ജിദിൻ്റെ അടുത്തുകൂടെയോ നീ നടക്കേണ്ടതായിട്ട് വരും. അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നീ യമനിൽ നിന്ന് തിരിച്ചു വരുമ്പോഴേക്കും ഈ ലോകത്തോട് വിട പറയുന്ന ഒരു അവസ്ഥയുണ്ടാകും എന്ന് ഓർമ്മിപ്പിച്ചപ്പോൾ അദ്ദേഹം കരയുകയാണ്. അദ്ദേഹത്തെ യാത്ര അയച്ച് അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് അദ്ദേഹം കയറിയിരിക്കുകയാണ്. പക്ഷേ കയറിയിരുന്നത് നേരെ തല തിരിച്ചാണ്. മുന്നോട്ട് തിരിഞ്ഞല്ല ഇരുന്നത്, പുറകോട്ട് തിരിഞ്ഞുകൊണ്ടാണ്. എന്താ മുആദേ നീ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, പ്രവാചകനെ, എൻ്റെ കണ്ണിമ വെട്ടുന്നതുവരെ, എൻ്റെ കണ്ണിൽ നിന്ന് അങ്ങ് മറയുന്നതുവരെ എനിക്ക് നിങ്ങളെ കാണണം. എത്ര ദൂരം ഞാൻ അങ്ങോട്ട് മുന്നോട്ട് സഞ്ചരിച്ചാലും ഏതുവരെ നിങ്ങളെ കാണാൻ സാധിക്കുമോ അത്രയും എനിക്ക് നിങ്ങളെ കാണണം. ഞാനിത് പറയാനുള്ള കാരണം, ഈ റമളാൻ നമ്മോട് വിട പറഞ്ഞു പോവുകയാണെങ്കിലും ഇങ്ങനെയൊരു ഇരുത്തം നമുക്കുണ്ടാവണം. റമളാൻ നമ്മിൽ നിന്ന് പോകുന്ന ആ നിമിഷങ്ങളൊക്കെയും നമ്മെ കണ്ടുകൊണ്ട് അറിഞ്ഞുകൊണ്ട് അനുഭവിച്ചുകൊണ്ടായിരിക്കണം എന്നിൽ നിന്ന് ആ റമളാൻ പോകുന്നത് എന്ന ഒരു കോൺഫിഡൻസ്, ഒരു ആത്മവിശ്വാസം നമുക്കുണ്ടാവേണ്ടതുണ്ട്. ഈ റമളാൻ വിട ചോദിക്കുന്ന സമയത്ത് ദുഃഖഭാരം വിശ്വാസികളുടെ മനസ്സുകളിൽ തളം കെട്ടി നിൽക്കുന്നുണ്ട് എങ്കിലും ആശ്വസിക്കുവാനുള്ള വകയും നൽകുന്നുണ്ട്. അഥവാ കഴിഞ്ഞ ദിവസങ്ങളിൽ ദാഹത്തിൽ ഒരുപാട് ദാഹം അനുഭവിക്കുന്ന സമയത്തും ഒരിറക്ക് വെള്ളം പോലും നാം കുടിച്ചിട്ടില്ല. വിശന്നൊട്ടിയ വയറുമായി നിന്നപ്പോഴും അല്പം ആഹാരം പോലും നമ്മൾ കഴിച്ചിട്ടില്ല. എത്ര തിരക്കുള്ള സമയമായിരുന്നാലും ജമാഅത്ത് നഷ്ടപ്പെടാതിരിക്കാൻ നാം ഓരോരുത്തരും ശ്രമിച്ചിട്ടുണ്ട്. നമുക്ക് സാമ്പത്തികമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെയുള്ള സമയത്തായിരുന്നാൽ പോലും ഉള്ളതിലധികം സ്വതക്ക ചെയ്യാനും നാം ഓരോരുത്തരും ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞ ദിനങ്ങൾ ധന്യമാക്കുവാൻ നമുക്കോരോരുത്തർക്കും മനസ്സു വെച്ചവർക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ സമയം നമുക്ക് ആശ്വാസത്തിൻ്റെ സമയം കൂടിയാണ്, സന്തോഷത്തിൻ്റെ സമയം കൂടിയാണ് എന്നും നാം മനസ്സിലാക്കുക. ഇനിയുള്ളത് ഒരു ഓട്ട മത്സരത്തിലെ ഫിനിഷിംഗ് പോയിന്റിൽ എത്തുന്ന ഒരു ഓട്ടക്കാരൻ്റെ ഒരു ചിന്താഗതിയാണ്. അവസാന സമയമാണ്. ആ ഫിനിഷിംഗ് പോയിന്റിലെത്തുന്ന സമയത്ത് തളരാതെ, പതറാതെ, ആവേശം കെട്ടടങ്ങാതെ മുന്നേറേണ്ടതുണ്ട്. ആ സമയത്ത് നാം തളർന്നു പോയാൽ, ആ ഫിനിഷിംഗ് പോയിന്റിൽ എത്തുന്ന സമയത്ത് നാം തളർന്നു പോയാൽ, നമുക്ക് ആവേശം നഷ്ടപ്പെട്ടു പോയാൽ മറ്റുള്ളവർ നമ്മെ മുൻകടക്കും. അതുപോലെ ഏറ്റവും പുണ്യമേറിയിട്ടുള്ള ഈ ദിനങ്ങളിലേക്ക് നമ്മൾ പ്രവേശിച്ചപ്പോൾ ഒട്ടും നമ്മൾ തളരാൻ പാടില്ല, ഒട്ടും നമ്മൾ പിന്തിരിയാൻ പാടില്ല. കഴിഞ്ഞ ദിനങ്ങളിൽ എത്രമാത്രം നമ്മൾ ശ്രദ്ധിച്ചുവോ അതിനേക്കാൾ 10 മടങ്ങ് നമ്മിൽ ശ്രദ്ധയുണ്ടാവുകയും ഓരോ ദിവസത്തെയും നമ്മൾ ആ രൂപത്തിൽ തന്നെ ചെലവഴിക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. കാരണം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആദ്യ ഘട്ടത്തെയല്ല പരിഗണിക്കുക, അവസാന ഘട്ടത്തെയാണ് എന്ന്. ഇന്നമൽ അഅ്മാലു ബിൽ ഖവാത്തിം, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. പ്രവർത്തനങ്ങൾ അല്ലാഹു പരിഗണിക്കുന്നത് അതിൻ്റെ അന്ത്യഘട്ടത്തെ നോക്കിക്കൊണ്ടാണ്. മൊത്തത്തിൽ മുസ്ലിങ്ങൾക്കിടയിലുള്ള സ്വഭാവം എന്ന് പറഞ്ഞാൽ റമളാനിൻ്റെ ആദ്യ ദിനങ്ങളിലൊക്കെ പള്ളികൾ ഫുള്ളായിരിക്കും, ജമാഅത്തുകൾക്ക് സഫുകൾ ഫുള്ളായിരിക്കും, അതുപോലെ ബാക്കിയുള്ള തിക്കും തിരക്കും എല്ലായിടത്തും ഉണ്ടാകും. എന്നാൽ അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ അഥവാ പള്ളികളിൽ, ആരാധനകളിൽ, അതുപോലെയുള്ള കാര്യങ്ങളിൽ അവസാന ഘട്ടം വരുമ്പോൾ തിരക്ക് കുറയുന്നതായിട്ടാണ് നമ്മൾ കാണാറുള്ളത്. തറാവീഹിൻ്റെ സഫുകളുടെ എണ്ണം കുറയും, ജമാഅത്തുകളുടെ സഫുകളുടെ എണ്ണം കുറയും, പള്ളികൾ തന്നെ ആളുകൾ കുറയും, അങ്ങനെ. എന്നാൽ പ്രവാചകൻ പറയുന്നത് അവസാന ഘട്ടമാണ് പരിഗണിക്കുക എന്നാണ്. അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ ഇജ്അൽ ഖൈറ ഉംരി, അല്ലാഹുവേ എൻ്റെ ഉംറിൻ്റെ വയസ്സിൻ്റെ
ഏറ്റവും നല്ല ഭാഗം ആഖിറഹു, അതിൻ്റെ അവസാന ഭാഗമാക്കണമേ. എൻ്റെ ആയുസ്സിൻ്റെ ഏറ്റവും നല്ലത് ഞാൻ മരിക്കുന്നതിനോടടുത്ത അവസാന ഘട്ടമാക്കണമേ. വഖൈറ അമലി ഖവാതിമഹു, എൻ്റെ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും നല്ല ഭാഗം അതിൻ്റെ അവസാന ഘട്ടമാക്കണമേ. വഖൈറ അയ്യാമി യൗമ അൽഖാക, നിന്നെ കണ്ടുമുട്ടുന്ന ദിവസമാകണേ റബ്ബേ എൻ്റെ ദിവസങ്ങളിൽ ഏറ്റവും നല്ലത്. അഥവാ ഏറ്റവും അവസാനത്തിലേക്ക് എത്തുമ്പോഴേക്കാണ് നാം കൂടുതൽ ഊർജ്ജസ്വലരാകേണ്ടതും നമ്മുടെ പ്രവർത്തനങ്ങളെ കൂടുതൽ ഉന്മേഷത്തോടു കൂടി ചെലവഴിക്കേണ്ടതും എന്ന് പ്രവാചകൻ ഈ തിരുവചനത്തിലൂടെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആനും നമ്മോട് പറയുന്നത് ഫഇദാ ഫറഗ്ത ഫൻസബ്, നീ ഒന്നിൽ നിന്ന് വിരമിച്ചാൽ വിശ്രമിക്കുകയല്ല വേണ്ടത്, അടുത്തതിൽ നീ ഏർപ്പെടുക. നന്മകളിൽ ഒന്ന് നീ വിരമിച്ചാൽ തൊട്ടടുത്ത നന്മയിലേക്കാണ് നീ ചേക്കേറേണ്ടത്, അവിടേക്കാണ് നീ എത്തിപ്പെടേണ്ടത് എന്ന് ഖുർആനും നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അഥവാ ഏത് സമയത്ത് നമ്മൾ മരണത്തിന് പിടികൊടുത്താലും നെറ്റിത്തടത്തിൽ വിയർപ്പോടുകൂടി അധ്വാനത്തിൻ്റെ വിയർപ്പ് കണങ്ങൾ നമ്മുടെ നെറ്റിത്തടത്തിൽ ഉള്ളതുപോലെ മരിക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ടാവണം എന്നാണ് ഇതൊക്കെയും സൂചിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 35-ാം അധ്യായം സൂറത്തുൽ ഫാത്തിറിലെ 37-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഒരിക്കലും ഖേദിക്കേണ്ടി വരുന്നവരാവരുത്. അല്ലാഹുവിൻ്റെ അടുക്കൽ വഹും യസ്തരിഖൂന ഫീഹാ റബ്ബനാ അഖ്രിജ്നാ നഅമൽ സ്വാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമലു. ആ നരകത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ മനുഷ്യർ പറയുകയാണ്, പടച്ചോനെ ഒന്ന് മടക്കി തരുമോ, അല്പസമയം ഞങ്ങൾ ഇതുവരെ ചെയ്തതല്ലാത്ത പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്തു കൊള്ളാം, സ്വർഗത്തിന് അവകാശികളാകുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ ഏർപ്പെട്ടുകൊള്ളാം റബ്ബേ എന്ന് പറയുമ്പോൾ അല്ലാഹു പറയുന്ന മറുപടി അവലം നുഅമ്മിർകും മാ യതദക്കറു ഫീ, ചിന്തിക്കുന്ന ആളുകൾക്ക് ചിന്തിക്കാൻ മാത്രമുള്ള അവസരങ്ങൾ നാം നൽകിയിരുന്നില്ലയോ എന്നാണ് ഖുർആൻ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പറയുന്നതൊക്കെ ഈ രൂപത്തിൽ ആലോചിക്കുവാനും ചിന്തിക്കുവാനും വേണ്ടിയാണ്, കടമ നിറവേറ്റുവാൻ വേണ്ടിയിട്ടല്ല. ഞാൻ ഈ പറയുന്നതും വെള്ളിയാഴ്ച പള്ളിയിൽ പോയാൽ ആളുകൾ എന്ത് പോകാതിരുന്നാൽ ആളുകൾ എന്ത് പറയും എന്നതുകൊണ്ട് വന്ന് ഇരുന്ന് എഴുന്നേറ്റ് പോകലുമല്ല, മറിച്ച് ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ അള്ളാഹ് ചോദിക്കുന്ന ചോദ്യമാണ്, നിനക്ക് ഉത്ബോധനം വന്നില്ലായിരുന്നുവോ, മുന്നറിയിപ്പുകാർ വന്നില്ലായിരുന്നുവോ, ആലോചിക്കാനുള്ള അവസരം നിനക്കില്ലായിരുന്നുവോ എന്നെല്ലാം അള്ളാഹു ചോദിക്കുന്ന ചോദ്യമാണെന്ന ഓർമ്മ നമുക്കുണ്ടാകണം. ഈ അവസാന ദിനങ്ങൾ ലൈലത്തുൽ ഖദറിന്റെ ദിനങ്ങളിലേക്കാണ് നാം എത്തിച്ചേരുന്നത്. അഥവാ 83 വർഷത്തിലധികം ജീവിച്ച ഒരു മനുഷ്യായുസ്സിലധികം, പ്രവാചകൻ പറഞ്ഞത് എൻ്റെ ഉമ്മത്തിന്റെ ആയുസ് മാ ബൈന സിത്തീന വസബഈൻ, 60-ന്റെയും 70-ന്റെയും ഇടക്കാണ് എന്നാണ്. നമ്മുടെ ശരാശരി മനുഷ്യന്റെ ആയുസ്സും 60ആണ്. എന്നാൽ 83 വർഷത്തിലധികം ഈ ദുനിയാവിൽ ജീവിച്ച് നന്മകൾ ചെയ്തതിൻ്റെ പ്രതിഫലം ഈ ലൈലത്തുൽ ഖദറിന്റെ ഒരൊറ്റ ദിവസം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അതിൽ 21 കഴിഞ്ഞു, 23 കഴിഞ്ഞു, ഇതിനങ്ങോട്ടുള്ള ഒറ്റയൊറ്റ രാവുകൾ നമ്മെ കാത്തിരിക്കുന്നു. ആ ശ്രദ്ധ നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാവേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇഴ്തികാഫിന്റെ ദിനങ്ങളെക്കുറിച്ച് നാം ആലോചിക്കേണ്ടതുണ്ട്. എല്ലാ തിരക്കുകളിൽ നിന്നും മാറി നിന്നുകൊണ്ട്, ജോലി തിരക്കുകളുള്ളവരായിരുന്നാലും അത്തരത്തിലുള്ള കാര്യങ്ങളിൽ വ്യാപൃതരായിരുന്നാൽ പോലും അള്ളാഹുവുമായി, എൻ്റെ റബ്ബുമായി, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള, ഞാൻ ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്ന എൻ്റെ രക്ഷിതാവുമായി ഏകാന്തനായിരുന്നു അവനോട് സംസാരിക്കുവാൻ പറ്റുന്ന സമയം, അതാണ് ഇഴ്തികാഫ് എന്ന് പറയുന്നത്. പള്ളികളിൽ അള്ളാഹുവുമായി ഒറ്റയ്ക്ക് സംസാരിക്കുവാൻ വേണ്ടി നമ്മൾ സമയം കണ്ടെത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. അങ്ങനെ അതിൻ്റെ പൂർണ്ണ രൂപം എന്നത്
അവസാനത്തെ 10 ദിനങ്ങളാണ്. ആ 10 ദിനങ്ങൾ കഴിയുന്ന ആളുകൾ അങ്ങനെ തന്നെ ചെയ്യേണ്ടതുണ്ട്. എന്നാൽ അങ്ങനെ കഴിയാത്ത ആളുകൾ അവർക്ക് കിട്ടുന്ന സമയങ്ങളിൽ അവർ പള്ളികളിൽ വന്ന് ഇഴ്തികാഫിന്റെ നിയ്യത്ത് ചെയ്ത് ഖുർആൻ ഓതുകയോ ദിക്റുകൾ ചൊല്ലുകയോ അങ്ങനെ തന്നാൽ കഴിയുന്ന വിധത്തിലുള്ള സൽക്കർമ്മങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യുക. ഇനി ഒരു നിമിഷം പോലും ആ വീട്ടിലെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുത്താൽ പിന്നെ നമ്മൾ വീട്ടിലിരിക്കരുത്, പള്ളിയിൽ വന്നിരിക്കുക. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ അർശിന്റെ തണൽ ലഭിക്കുന്ന ആളുകളെ എണ്ണിപ്പറഞ്ഞതിൽ ഒരു വിഭാഗം ഖൽബുഹു മുഅല്ലഖും ബിൽ മസ്ജിദി, പള്ളിയുമായി എപ്പോഴും ബന്ധം സ്ഥാപിക്കുന്ന ആൾ എന്നാണ്. ആ നിലക്ക് വീട്ടിലിരിക്കാതെ അവിടെയുള്ള ആവശ്യങ്ങൾ നിർവഹിച്ചതിന് ശേഷം നാം പള്ളികളിലേക്ക് വരിക. പുരുഷന്മാരായിരുന്നാലും സ്ത്രീകളായിരുന്നാലും ഇഴ്തികാഫ് അവർക്കെല്ലാവർക്കും ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്താണ്. എന്നിട്ട് പള്ളികളിൽ വന്ന് ഈ പറഞ്ഞ രൂപത്തിൽ തന്നെ നന്മകളിൽ ഏർപ്പെടുക, ഖുർആൻ ഓതുക, ബാക്കി കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ഏർപ്പെടുക. അതിനാൽ ഈ അവസാന ദിനങ്ങൾ എപ്പോഴും പള്ളി ജനനിബിഡമായിരിക്കണം, നമ്മളെല്ലാവരും അവിടെ തന്നെയായിരിക്കണം എന്ന ഓർമ്മ നമ്മുടെ എല്ലാവരുടെയും മനസ്സുകളിൽ ഉണ്ടാകണം. അതുപോലെ തന്നെ ഇസ്തിഗ്ഫാറിന്റെയും തൗബയുടെയും ദിനങ്ങളാണ് ഇനിയുള്ള ദിനങ്ങൾ. കഴിഞ്ഞതും അങ്ങനെ തന്നെയാണെങ്കിലും ഏറെ ഇസ്തിഗ്ഫാറും തൗബയും ചെയ്യേണ്ടുന്ന ദിനങ്ങൾ. ഈ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായി പറയാൻ പഠിപ്പിച്ച പ്രാർത്ഥന അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്നാണ്. നമ്മുടെ ചുണ്ടുകൾ ആ പ്രാർത്ഥന മന്ത്രിച്ചു കൊണ്ടിരിക്കണം. ഞാൻ അള്ളാഹുവിനോട് മാപ്പപേക്ഷിക്കുകയാണ്. ഒരു പക്ഷേ നമുക്ക് തോന്നിയേക്കാം, എന്തിന് ഞാൻ മാപ്പപേക്ഷിക്കണം, ഞാൻ എന്തു തെറ്റാണ് ചെയ്തിട്ടുള്ളത്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഒരു പക്ഷേ നമുക്ക് തോന്നിയേക്കാം. ഞാൻ ആള് വളരെ പെർഫെക്റ്റ് ആണല്ലോ, എന്തിനു വേണ്ടി ഞാൻ ഇസ്തിഗ്ഫാർ നടത്തണം, എന്തിനു വേണ്ടി ഞാൻ തൗബ നടത്തണം എന്ന് ഒരു പക്ഷേ തോന്നിയേക്കാം. എന്നാൽ മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിൽ ദിനം പ്രതി 70 വട്ടവും അതുപോലെ തന്നെ അക്സറ മിൻ 70 മറ 70 പ്രാവശ്യത്തിലധികം, മറ്റൊരു തിരുവചനത്തിൽ 100 പ്രാവശ്യത്തിലധികം അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തിയിരുന്നു എന്നാണ്. തെറ്റുകൾ ചെയ്തിട്ടല്ല, പാപങ്ങൾ വന്നു പോയിട്ടല്ല, അള്ളാഹുവിനോട് നന്ദിയുള്ള ഒരു അടിമയായി ജീവിക്കുമ്പോൾ അവന്റെ ലക്ഷണമാണ് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറും തൗബയും, ചെയ്തു പോയ തെറ്റുകൾ പുറത്തു തരണമേ എന്ന് പറയുന്നതിനാണ് ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത്. ചെയ്തു പോയ തെറ്റുകൾ അവിടെ വിരാമം കുറിച്ചുകൊണ്ട് ഇനി ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ആ തെറ്റുകൾ വരികയില്ല റബ്ബേ എന്ന് നിശ്ചയിച്ചുകൊണ്ട് തിരിച്ചു വരുന്നതിനാണ് തൗബ എന്ന് പറയുന്നത്. ഇത് രണ്ടും നമുക്ക് ആവശ്യമാണ്. വിശുദ്ധ ഖുർആനിൽ ഒരു ചെറിയ സൂറത്ത് നമുക്കറിയാമല്ലോ, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ്. പ്രവാചകന്റെ ദഅവത്തിന്റെ അവസാന ഘട്ടത്തിൽ ഇറങ്ങിയ ഒരു സൂറത്താണ്. പ്രവാചകത്വത്തിന്റെ ദൗത്യം ഏകദേശം പൂർത്തീകരിച്ച സമയത്താണ്. എന്നിട്ടും പ്രവാചകന്റെ ജീവിതത്തിൽ അദ്ദേഹം സഹിച്ചിട്ടുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ എല്ലാം നമുക്കറിയാം. എന്നിട്ടും അല്ലാഹു ആ സൂറത്തിൽ പറയുന്നത് ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു, നീ നിന്റെ റബ്ബിനെ പുകഴ്ത്തേണ്ടതുണ്ട്, വസ്തഗ്ഫിറുഹു, അവനോട് നീ പാപമോചനം ചെയ്യുകയും ചെയ്യണം, ഇസ്തിഗ്ഫാർ നടത്തണം. ഇത്രയൊക്കെ ചെയ്തിട്ടുള്ള പ്രവാചകനോട് അല്ലാഹ് തന്നെ കൽപ്പിക്കുന്നത് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയണമെന്നാണ് എന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുപോലെ തന്നെ ഓരോ നമസ്കാര ശേഷവും പ്രവാചകൻ പറയാൻ പറഞ്ഞ ദിക്റുകളിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞാൽ നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് 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 എന്ന് നാം പറയുന്നുണ്ട്. എന്താ അല്ലാഹുവേ എനിക്ക് പുറത്തു തരണമേ എന്ന്. ഈ ഏറ്റവും നല്ല ആരാധന ഞാൻ നിർവഹിച്ചിട്ടുണ്ട് റബ്ബേ, വല്ലതും വന്നു പോയാൽ പുറത്തു തരണമേ എന്ന് നാം നമസ്കാര ശേഷവും പറയുന്നുണ്ട്. ഹജ്ജ് കഴിയുന്ന ആ സമയത്ത് മനുഷ്യൻ ഏറെ പരിശുദ്ധനായിക്കൊണ്ടാണ് തിരിച്ചു പോരുന്നത്. ഓരോ ഘട്ടത്തിലും അവന്റെ പരിശുദ്ധി വർദ്ധിക്കുകയായിരുന്നു. അറഫയിൽ നിന്നതോടുകൂടി അവൻ അന്ന് പ്രസവിച്ച കുഞ്ഞിനെ പോലെ, പാപമില്ലാത്ത എഴുതപ്പെടാത്ത പലകയെപ്പോലെ
ഏറ്റവും ശുദ്ധ ഹൃദയനായി തീർന്നു. അവിടെ നിന്നങ്ങോട്ട് അവൻ മുസ്ദലിഫയിൽ അവിടെ ചെന്നുകൊണ്ട് ആ മണ്ണോട് ചേർന്ന് കിടന്നപ്പോ അവിടെ നിന്നും അല്ലാഹു അവനെ പരിശുദ്ധനാക്കി. പിന്നീട് അവൻ മിനയിൽ കല്ലെറിഞ്ഞപ്പോഴും അവിടെയെല്ലാം അവൻ ശുദ്ധനായി. എന്നിട്ട് ഇങ്ങനെ ശുദ്ധനായി പോരുന്ന ഒരു ഹാജിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് സുമ്മ അഫീളു മിൻ ഹൈസു അഫാളൻ നാസ് വസ്തഗ്ഫിറുല്ലാഹ്, നിങ്ങൾ ജനങ്ങളോടൊപ്പം ചേരുക, ഇസ്തിഗ്ഫാർ നടത്തുകയും ചെയ്യുക. ഇത്രയും പ്രാധാന്യമുള്ള ഒരു കാര്യമാണെങ്കിൽ നമ്മളൊക്കെ എത്രമാത്രം ഇസ്തിഗ്ഫാർ നടത്തേണ്ടി വരും. ഒരു പാപവും അവശേഷിക്കാത്ത ഒരു ഹാജിയോടാണ് നീ ഇനിയും അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതെങ്കിൽ പല തെറ്റുകളും കുറ്റങ്ങളും വന്നു പോകുന്ന നമ്മൾ എത്രമാത്രം അത് പറയണം എന്ന് നാം ആലോചിക്കുക. അതുകൊണ്ട് ഇസ്തിഗ്ഫാറിന്റെയും തൗബയുടെയും ദിനങ്ങളായി ഈ അവസാന ദിനങ്ങളെ നാം ഓരോരുത്തരും കാണുക. അതുപോലെ പ്രാർത്ഥന നിരതരാവുക നമ്മൾ ഓരോരുത്തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നത് ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ഞാൻ ഗൗനിക്കുമായിരുന്നില്ല, വിലവെക്കുമായിരുന്നില്ല, ഞാൻ സ്വീകരിക്കുമായിരുന്നില്ല എന്നാണ്. അതുകൊണ്ട് നോമ്പെടുത്താൽ മാത്രം പോരാ, നമസ്കരിച്ചാൽ മാത്രം പോരാ, ദാനം ചെയ്താൽ മാത്രം പോരാ, പടച്ചവനെ ഞാൻ ചെയ്തിട്ടുള്ള ഈ കർമ്മം നീ കബൂൽ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുക കൂടി ചെയ്യണം. അപ്പോഴേ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നമ്മുടെ ഈ അപേക്ഷ സ്വീകരിച്ചുകൊണ്ട് അത് ഫയലിൽ സ്വീകരിക്കുകയുള്ളൂ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നാം ആ രൂപത്തിൽ ഇടപഴകുകയും ചെയ്യുമ്പോഴാണ് അല്ലാഹു നാം പ്രാർത്ഥിച്ചിട്ടുള്ള പ്രാർത്ഥനകൾ സ്വീകരിക്കുകയോ നിരസിക്കുകയോ ഒക്കെ ചെയ്യുന്നത്. അതിനാൽ എപ്പോഴും പ്രാർത്ഥന നിരതരാകണം. അതിന് പറ്റുന്ന ഒരുപാട് അവസരങ്ങൾ ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷമുണ്ട്. അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്ന സമയത്തുണ്ട്. നാം ഇഴ്തികാഫിന് രാത്രിയിൽ പ്രത്യേകം വരുമ്പോ ആ രാത്രിയിൽ നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയങ്ങളിലുണ്ട്. ആ സമയങ്ങളിലൊക്കെയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ രണ്ട് രൂപത്തിൽ നമുക്ക് കാണാവുന്നതാണ്. ഒന്ന്, അതിൻ്റെ ആ പ്രവർത്തനങ്ങൾ, നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഒരു പക്ഷേ അതിൻ്റെ പൂർണ്ണത കൈവരിച്ചിട്ടുണ്ടാവുകയില്ല. നമസ്കരിക്കുന്നതിനിടയിൽ ഒരുപാട് ശ്രദ്ധകൾ കടന്നു വന്നിട്ടുണ്ടാകും. അതുപോലെ പ്രവർത്തികൾ ചെയ്യുന്നുണ്ട്, അവിടെ മറ്റ് രൂപത്തിലുള്ള അഹങ്കാര രൂപത്തിലുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടായിട്ടുണ്ടാകും. അങ്ങനെയുള്ള പൂർണ്ണതയിലല്ലാത്ത പ്രവർത്തികൾ, ഇപ്പൊ നോമ്പ് നോറ്റിട്ടുണ്ട്, എന്തൊക്കെ പോരായ്മകൾ വന്നു എന്ന് നമുക്കറിയില്ല. നോറ്റിട്ടുണ്ട് നമ്മൾ എന്നത് ശരിയാണ്. ഒന്ന്, ആ രൂപത്തിലാണ് നമ്മുടെ അമലുകൾ എന്നതാണ്. രണ്ടാമത്തത്, ബാഹ്യമായ രൂപങ്ങൾ പരമാവധി നമ്മൾ പൂർത്തീകരിക്കുന്നു. അതിൻ്റെ ആന്തരികമായ ഗുണങ്ങളുണ്ട്, അതിൻ്റെ സത്തയുണ്ട്. അത് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന അമലുകളുടെ സ്ഥിതി ഇതാണ്. അതുകൊണ്ട് തന്നെ ചെയ്തു എന്ന് സമാധാനിച്ചു നിൽക്കാതെ നാം അല്ലാഹുവിനോട് ആ ചെയ്തത് റബ്ബേ നീ സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ അവസാന നിമിഷത്തിൽ നാം ആലോചിക്കേണ്ടുന്ന മറ്റൊരു കാര്യമാണ്, പടച്ചവനെ, ഞാൻ ഇതുവരെ ശ്രമിച്ചിട്ടുള്ള, അധ്വാനിച്ചിട്ടുള്ള, പ്രവർത്തിച്ചിട്ടുള്ള ഇതെല്ലാം വെറുതെയായി പോകുമോ എന്ന ഒരു പേടിയും നമുക്കുണ്ടാകേണ്ടതുണ്ട്, ഒരു ആശങ്ക നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഞാൻ ഈ നോറ്റ നോമ്പ്, ഞാൻ ഈ ചെയ്ത അമലുകൾ ഇതെല്ലാം തന്നെ വൃഥാവിലായി പോകുമോ എന്ന പേടി. അതാഉസ്സലമി റളിയല്ലാഹു അൻഹു, അദ്ദേഹം നല്ല ഒരു എംബ്രോയിഡർ ആയിരുന്നു. അദ്ദേഹം നല്ല ഒരു വിരിപ്പ് തുന്നി മദീനയിൽ വിൽക്കാൻ കൊണ്ടുവന്നു. അത് വിറ്റിട്ട് വേണം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഭക്ഷണത്തിന് വേണ്ടി വകയുണ്ടാക്കുവാൻ വേണ്ടി. ആളുകൾ അത് എടുത്തു നോക്കുന്നുണ്ട്, പലരും നോക്കി പിരിഞ്ഞു പോകുന്നുണ്ട്. അദ്ദേഹത്തിന് കരച്ചിൽ വന്നു. അദ്ദേഹത്തോട് ആളുകൾ ചോദിച്ചു, എന്താ നിങ്ങൾ കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ, ഇത് വിറ്റ് കഴിഞ്ഞിട്ട് വേണം, അതിൽ നിന്ന് കിട്ടി നാളെ വേറൊന്ന് നെയ്ത് കൊണ്ടുവരാനുള്ളത് ബാക്കി വെച്ച് ബാക്കിയുള്ളത് കൊണ്ടുവേണം എൻ്റെ വീട്ടിലേക്ക് ഭക്ഷണത്തിന് വേണ്ടി വകയുണ്ടാക്കുവാൻ. അതുകൊണ്ടാണ് ആളുകൾ പറഞ്ഞു, നിങ്ങളുടെ ഈ വിരിപ്പിന് ഇന്നാലിന്ന പോരായ്മകളൊക്കെയുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങളത് വാങ്ങാതിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അത്യുച്ചത്തിൽ കരയുകയാണ്. അത്യുച്ചത്തിൽ, അതുവരെ കരഞ്ഞതിനേക്കാൾ
ഉച്ചത്തിൽ ആദ്യമുണ്ടായിരുന്ന ദുഃഖത്താൽ അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വന്നിരുന്നു. ഈ അഭിപ്രായം കൂടി കേട്ടപ്പോൾ അദ്ദേഹം ഉച്ചത്തിൽ കരയുകയാണ്. എന്താ നിങ്ങൾ ഇങ്ങനെ കരയണത് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ മറുപടി, ഇപ്പോ നിങ്ങൾ ഈ വിരിപ്പിലുള്ള പിഴവുകൾ, പോരായ്മകൾ എനിക്ക് ചൂണ്ടിക്കാണിച്ചു തന്നു, അത് അടുത്ത ദിവസം പരിഹരിച്ചു കൊണ്ടുവന്ന് നിങ്ങൾക്ക് വിൽക്കാൻ സാധിക്കും. എന്നാൽ ഞാൻ ചെയ്ത അമലുകളിൽ, അമലുസ്വാലിഹാത്തുകളിൽ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെ പിഴവുകൾ കണ്ടെത്തിയാൽ അത് പരിഹരിക്കാനുള്ള അവസരം അവിടെ ഉണ്ടാവുക ല്ലോ, ഇതൊന്ന് നന്നാക്കി വരാം എന്ന് പറയാനുള്ള അവസരം അവിടെ ഉണ്ടാവുകയില്ലല്ലോ എന്ന ആലോചനയിലാണ് ഞാൻ കരഞ്ഞു പോയത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ആ ഒരു ചിന്ത നമുക്കുമുണ്ടാകണം. നാം ഈ ചെയ്ത അമലുകൾ നാളെ അല്ലാഹു അതിൻ്റെ ഖനം നോക്കുന്ന സമയത്ത്, അതിൻ്റെ സത്ത് നോക്കുന്ന സമയത്ത് എനിക്ക് ലഭിക്കുന്ന വിധത്തിൽ ഉണ്ടാകുമോ എന്ന രൂപത്തിലുള്ള ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാകണം. വിശുദ്ധ ഖുർആനിൽ ഉള്ള ഒരു ആയത്ത്, വല്ലദീന യുഅ്തൂന മാ അതൗ വഖുലൂബുഹും വജില എന്നൊരു വചനമുണ്ട്. അഥവാ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചിട്ടുള്ള ആളുകൾ അവരുടെ ഹൃദയങ്ങൾ പിടക്കുന്ന വിധത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്നു, ദാനം ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ഭാഗം ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പ്രവാചകനോട് ചോദിച്ചു, അഹുവല്ലദീ യസ്നി വയസ്രികു വയശ്രിബുൽ ഖംർ. പ്രവാചകരെ, ഈ ആയത്ത് പറയുന്ന ആശയം മദ്യപിച്ചു പോവുകയും അതുപോലെ തന്നെ മോഷണം നടത്തുകയും വ്യഭിചരിക്കുകയും ഒക്കെ ചെയ്ത പൂർവ്വകാലത്ത് അങ്ങനെ ചെയ്തു പോയ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം ആ വേദനകളും ആ ചിന്തകളും മനസ്സിൽ വെച്ചുകൊണ്ടുള്ള ഹൃദയത്തിന്റെ പടക്കലിനെ കുറിച്ചല്ലേ പ്രവാചകരെ ഈ ആയത്തിൽ പറയുന്നത് എന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യാ ബിൻത അബീബക്കർ വലാകിന്നഹു റജുലു യസൂമു വയതസദ്ദഖു വയുസല്ലി വഹുവ യഖാഫു അൻ യുതഖബ്ബല മിൻഹു. അതല്ല അബൂബക്കറിന്റെ മകളെ, ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്നോ, ഒരാൾ നമസ്കരിക്കുന്നു, നോമ്പ് നോൽക്കുന്നു, സ്വതക്ക ചെയ്യുന്നു, ഇതെല്ലാം ചെയ്യുന്നു, അതോടുകൂടി അയാൾക്കുള്ള പേടി വയഖാഫു അൻ യുതഖബ്ബല മിൻഹു, ഇത് സ്വീകരിക്കപ്പെടുമോ എന്ന ഭയം അയാളുടെ ഉള്ളിലുണ്ട്. ആ ഭയമാണ് ഉണ്ടാകേണ്ടത്. വളരെ പൂർണ്ണമായ രൂപത്തിലായിരിക്കണം എൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാകേണ്ടത്. അത് അല്ലാഹു സ്വീകരിക്കുമോ എന്ന ഒരു ഭയവും കൂടി നമ്മുടെ മനസ്സിൽ ഉണ്ടായിത്തീരണം എന്നത് ഈ സമയത്ത് നമ്മുടെ ചിന്തയായിക്കൊണ്ട് നാം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അവസാന നിമിഷത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും കണ്ണുനീരിനെ കാത്തു നിൽക്കുകയാണ്. ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ കരഞ്ഞിട്ടുണ്ട്. കുട്ടിയായിരുന്നപ്പോൾ പലപ്പോഴും കരഞ്ഞിട്ടുണ്ട്, വാശി പിടിച്ചുകൊണ്ട് കരഞ്ഞിട്ടുണ്ട്, വല്ല ദുഃഖ സന്ദർഭങ്ങളും ഉണ്ടായപ്പോൾ കരഞ്ഞിട്ടുണ്ട്. എന്നാൽ നാം ആലോചിച്ചു നോക്കുക, റബ്ബിനെ ഓർത്തുകൊണ്ട്, റബ്ബിന്റെ അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട്, റബ്ബ് നമുക്ക് നൽകിയിട്ടുള്ള നന്മകളെ ഓർത്തുകൊണ്ട് എപ്പോഴെങ്കിലും ഒരിറ്റ് കണ്ണുനീർ നമ്മുടെ കണ്ണിൽ നിന്ന് വന്നിട്ടുണ്ടോ എന്ന് നാം ആലോചിച്ചു നോക്കുക. കണ്ണുനീർ എന്നത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു വഴിയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തു മാഇദയിലെ 83-ാമത്തെ ആയത്തിൽ പറയുന്നത്, വഇദാ സമിഉ മാ ഉൻസില ഇലർ റസൂൽ തറാ അയ്യുനഹും തഫീദു മിനദ് ദംഇ. അല്ലാഹുവിലേക്ക് അവതീർണമായ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ അവർ കേൾക്കുമ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നവരാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. അതുപോലെ അല്ലാഹുവിന്റെ മറ്റൊരു തണലുമില്ലാത്ത സമയത്ത് തണൽ ലഭിക്കുന്നവരെ കുറിച്ച് പറഞ്ഞിടത്ത് വറജുലുൻ ദക്കറല്ലാഹു ഖാലിയൻ വഫാലത്ത് ഐനാഹു, ഒറ്റക്കിരുന്ന് പടച്ചവനെ കുറിച്ച് ഓർക്കുകയും അവന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് ആലോചിക്കുകയും അങ്ങനെ കണ്ണു നിറയുകയും ചെയ്യുന്ന ആൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ മറ്റൊരു തണലുമില്ലാത്ത സമയത്ത് അർശിന്റെ തണൽ ലഭിക്കുകയും ചെയ്യും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പല കാര്യങ്ങളെക്കുറിച്ചും പ്രവാചകൻ രക്ഷ ചോദിച്ചതിൽ, അള്ളാഹുവിനോട് രക്ഷ ചോദിച്ചതിൽ ഒന്ന് വമിൻ ഐനിൻ ലാ തദ്മഉ, ഒഴുകാത്ത കണ്ണിൽ നിന്ന് റബ്ബേ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. നിറഞ്ഞൊഴുകാത്ത കണ്ണ്, അഥവാ കണ്ണ് കരയണം,
കണ്ണുനീരുണ്ടാവണം. അങ്ങനെ കരയാത്ത കണ്ണിൽ നിന്ന് രക്ഷ ചോദിക്കുന്നു. അഥവാ എൻ്റെ കണ്ണിൽ നിന്ന് നിന്നെ ഓർത്തുകൊണ്ട്, നിന്റെ അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് കരയാൻ സാധിക്കണം. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുന്നുണ്ട്, ഞാൻ രാത്രിയിൽ തഹജ്ജുദ് നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുന്ന സമയത്ത് എൻ്റെ ഭർത്താവ് വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് കരയുന്നതായി ഞാൻ കാണാറുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പ്രവാചകനോട് ഒരാൾ ചോദിച്ചു, എങ്ങനെയാണ് അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കേണ്ടത്, തഖ്വയോടുകൂടി ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ചപ്പോ ബിമ യത്തഖില്ല. അപ്പൊ പ്രവാചകൻ പറഞ്ഞ മറുപടി ബിദുമൂഇ ഐനൈക, നിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ട് ജീവിക്കുക. അപ്പോ അള്ളാഹുവിനോട് തഖ്വ ഉള്ളവനായിക്കൊണ്ട് ജീവിക്കുന്നവനാകും. ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു ഒരിക്കൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ക്ലാസ് കേട്ടിട്ട് ഒരാൾ ഇങ്ങനെ കരയുന്നുണ്ട്. ആ സമയത്ത് അദ്ദേഹം, മോനെ കരയല്ലേ എന്നല്ല പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞത് ഉസ്തുദ് മർഹൂമുൻ യൗമൽ ഖിയാമ, കരഞ്ഞോ, നന്നായിട്ട് കരഞ്ഞോ, അള്ളാന്റെ അടുക്കൽ നിന്ന് നിനക്ക് റഹ്മത്ത് കിട്ടും എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ കരച്ചിലിന്റെ പ്രാധാന്യം, കണ്ണു നിറയുന്നതിൻ്റെ പ്രാധാന്യം ഒരുപാട് ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. അത് വിശ്വാസിയുടെ ലക്ഷണമാണ്. ഈ അവസാന ഘട്ടത്തിൽ, റമളാനിന്റെ അവസാന ഘട്ടത്തിൽ നാം ഒറ്റയ്ക്കിരിക്കുവാനും ഒറ്റയ്ക്ക് ഖുർആൻ പാരായണം ചെയ്യുവാനും ഒറ്റയ്ക്ക് നന്മയെക്കുറിച്ച് ആലോചിക്കുവാനും നാം സന്നദ്ധരാകേണ്ടതുണ്ട്. പടച്ചവനെ, വിഷമിച്ചുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് നടക്കാൻ കഴിയാത്ത എത്രയെത്ര ആളുകൾ ഈ ദുനിയാവിലുണ്ട്. കണ്ണ് കാണാൻ കഴിയാത്ത എത്രയെത്ര ആളുകൾ ഈ ദുനിയാവിലുണ്ട്. പടച്ചവനെ, വളരെ വളരെ വലിയ മാരകമായ രോഗം പിടിപെട്ടുകൊണ്ട് ജീവിക്കുന്ന എത്രയെത്ര ആളുകളുണ്ട്. റബ്ബേ, നീ എന്നെ ഇത്രയും ആരോഗ്യവാനാക്കിയല്ലോ, ഇത്രയും കാഴ്ചശക്തിയുള്ളവനാക്കിയല്ലോ, ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് നീ വാരി വിതറിയല്ലോ റബ്ബേ എന്ന് ഉള്ളിൽ നിന്ന് ആലോചിക്കുമ്പോ അതിന്റെ ഫലമായി കൊണ്ട് നമ്മുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകണം. ആ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിലൂടെ എല്ലാം ഉണ്ടാക്കിയെടുക്കുവാൻ നാം സന്നദ്ധരാവുക. റയ്യാൻ എന്ന കവാടത്തിലേക്കാണ് നാം അടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അടുക്കാൻ എനിക്ക് യോഗ്യതയുണ്ടോ? ആ കവാടത്തിലൂടെ പോകാൻ ഞാൻ അർഹനാണോ എന്നത് നാം ആലോചിക്കേണ്ടുന്ന കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന പ്രാർത്ഥന നാം എപ്പോഴും ഉരുവിട്ടുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഈ റമളാനിന്റെ അവസാനത്തെ ദിനങ്ങളെയും പൂർണ്ണമായും നമുക്ക് അനുകൂലമാക്കി മാറ്റുന്ന ഈ നോമ്പും ഈ നോമ്പ് കാലവും നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്ക് ഓരോരുത്തർക്കും, ഓരോ സഹോദരനും സഹോദരിക്കും വേണ്ടി നാളെ അള്ളാഹുവിന്റെ അടുക്കൽ സാക്ഷി പറയുന്ന വിധത്തിൽ ഇതിനെ ജീവിതത്തിൽ പരിവർത്തിപ്പിക്കുവാൻ ഈ അവസാന ഘട്ടത്തിൽ നാം ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി വല്ല പോരായ്മകൾ ഉണ്ടാകും എന്നത് ശരിയാണ്. അങ്ങനെ വല്ല പോരായ്മയും നമ്മുടെ ആ നോമ്പിലോ അമലുകളിലോ കാര്യങ്ങളിലോ ഒക്കെ വന്നു പോയാൽ അത് പരിഹരിക്കാനുള്ള എന്തൊരു സ്നേഹമാണ് റബ്ബിന് നമ്മോട്. പോരായ്മകൾ വരും എന്നറിഞ്ഞുകൊണ്ട് തന്നെ റബ്ബ് അതിനൊരു പരിഹാരവും കൂടി നിർദ്ദേശിച്ചു. അതാണ് സക്കാത്തുൽ ഫിത്തർ എന്ന് പറയുന്നത്. ഫിത്തർ സക്കാത്ത്. പോരായ്മകൾ വല്ലതുമുണ്ടെങ്കിൽ നിങ്ങൾ പരിഹരിച്ചോളൂ, അവസാനം നിങ്ങൾ സക്കാത്തുൽ ഫിത്തർ നൽകിയാൽ മതി. ഇവിടെ സക്കാത്തുൽ ഫിത്തറിന്റെ ഒരാളുടെ വിഹിതമായി കൊണ്ട് 225 രൂപയാണ് സ്വീകരിക്കുന്നത്. ഉത്തരേന്ത്യയിലേക്ക് ഫോക്കസ് മുഖേനയാണ് നൽകുന്നത് എങ്കിൽ 100 രൂപയാണ് സ്വീകരിക്കുന്നത്. എല്ലാ ആളുകളും ആ ഫിത്ർ സക്കാത്തിന്റെ ഭാഗവുമായി ബന്ധപ്പെടേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുക കൂടി ചെയ്യുകയാണ്. ഇങ്ങനെ സക്കാത്തുൽ ഫിത്റോടും കൂടി പരിശുദ്ധരായി അള്ളാഹുവിൻ്റെ ഈ വിശുദ്ധ മാസത്തെ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തിയവരായി മാറാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹാസൗഭാഗ്യം നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വലാത്തൻ തദൂം ബിഹി ഇലാ യൗമിൽ ഹിസാബ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്ത് ഉസീകും ഇബാദല്ലാഹി വ നഫ്സി സാനിയം ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളെയും ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. ഇന്നത്തെ കളക്ഷൻ
എബിലിറ്റിയുമായി ബന്ധപ്പെട്ട കളക്ഷനാണ്. കാഴ്ച പരിമിതമരായ ആളുകൾ, ശ്രവണ പരിമിതരായ ആളുകൾ, അരക്ക് താഴെ ചലനശേഷി നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകൾ, മാനസിക വെല്ലുവിളി നേരിടുന്ന ആളുകൾ, ഇങ്ങനെയുള്ള പാർശ്വവൽക്കരിക്കപ്പെടുന്ന വിഭാഗങ്ങളെ സംരക്ഷിച്ചു നിർത്തുകയും അവർക്ക് തൊഴിൽ സംബന്ധമായ കാര്യങ്ങൾ വരെ, നിങ്ങളൊക്കെ ചിലപ്പോൾ പത്രങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള ആളുകൾക്ക് സൗകര്യപ്പെടുന്ന രൂപത്തിൽ പള്ളി വരെ സംവിധാനത്തിൽ പുളിക്കൽ എബിലിറ്റി സെൻ്റർ എന്ന് പറയുന്നത്, ഇപ്പോൾ വീൽ ചെയറിൽ വരുന്ന ആളുകൾക്ക് ഒന്നുകൊടുക്കാൻ പറ്റുന്ന രൂപത്തിൽ, അതുപോലെ ബാക്കിയുള്ള അംഗവൈകല്യമുള്ള ആളുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള പള്ളികളും ബാക്കി സൗകര്യങ്ങളും തൊഴിൽ സംവിധാനങ്ങളും തൊഴിൽ പരിശീലനങ്ങളും എല്ലാം നൽകിക്കൊണ്ട് ഉള്ള സംവിധാനമാണ്. ഇതൊക്കെ ഇക്കാലം വരെ മറ്റ് സമുദായത്തിൽപ്പെട്ടവരെ ഇത് ചെയ്തിരുന്നത്. ഇപ്പോൾ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളുകളും അതുപോലെയുള്ള ആളുകളൊക്കെയും ചെയ്തിരുന്നത്. ഇപ്പോൾ 10-20 കൊല്ലത്തോളമായി നമ്മളും വളരെ സജീവമായി പല സംഘടനകളും ആ രംഗത്ത് ഇടപഴകുകയും നമ്മുടെ ആളുകളെ സംരക്ഷിച്ചു നിർത്തുവാനും അവർക്ക് തൊഴിൽപരമായ മേഖലകളിലേക്ക് വെളിച്ചം നൽകുവാനുമൊക്കെ അതിലൂടെ സാധ്യമാകുന്നുണ്ട്. അതിൻ്റെ കളക്ഷനാണ് ഇന്ന് നടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി, പഠിച്ചോനെ എൻ്റെ കാലിജി കുഴഞ്ഞതാക്കിയിട്ടില്ലല്ലോ, എൻ്റെ കണ്ണ് കാഴ്ച നഷ്ടപ്പെടുത്തിയിട്ടില്ലല്ലോ, അങ്ങനെയുള്ള പാവപ്പെട്ടവരായ അശരണരായ ആ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ കളക്ഷൻ. എല്ലാ ആളുകളും പരമാവധി അതുമായി സഹകരിക്കുക. ഇനിയൊരു പക്ഷേ അടുത്ത വെള്ളിയാഴ്ച നമുക്ക് പെരുന്നാളായിരിക്കും. ആ സമയത്ത് നമ്മളെ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് 7 മണിക്കാണ് പെരുന്നാൾ നമസ്കാരം ഉണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വിശുദ്ധ റമളാനിലെ നാം ചെയ്തിട്ടുള്ള നോറ്റിട്ടുള്ള ചെയ്തിട്ടുള്ള എല്ലാ അമലുകളും പൂർണ്ണാർത്ഥത്തിൽ ഖബൂൽ ചെയ്യുമാറാവട്ടെ. അതിൻ്റെ ഭാരിച്ച പ്രതിഫലം നൽകി അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ യോഗ്യരായ ആളുകളാക്കി അള്ളാഹു പത്തര മാറ്റുള്ളവരാക്കി അള്ളാഹു നമ്മെ മാറ്റിത്തരുമാറാവട്ടെ. അള്ളാഹുവെ, നിന്നോട് ഇസ്തിഗ്ഫാർ നടത്തുന്ന, നിന്നോട് തൗബ ചെയ്യുന്ന നന്ദിയുള്ള അടിമകളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തണമേ റബ്ബേ. വല്ല പാപങ്ങളും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നീ ഞങ്ങൾക്ക് പുറത്തു തരും എന്ന് ഉറപ്പാണ്. എങ്കിലും നാഥ, വല്ലതും കറുത്ത പുള്ളിയായി അവശേഷിക്കുന്നുണ്ട് എങ്കിൽ നിന്റെ കരുണയാൽ, നിന്റെ ദയയാൽ അത്തരത്തിലുള്ള പാപങ്ങളും ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾക്കും നീ കരുണ ചെയ്യണമേ റഹ്മാനെ. അവർക്ക് എല്ലാവിധത്തിലുള്ള ഗുണങ്ങളും നന്മകളും ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവേ, രോഗങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് നീ ശമനം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, വിവിധാവശ്യങ്ങൾക്ക് വേണ്ടി നിന്നോട് പ്രാർത്ഥിക്കുന്ന ആളുകളുടെ പ്രാർത്ഥനകൾ നീ സ്വീകരിക്കണമേ റബ്ബേ. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു ഷഹാദത്ത് കൃത്യമായി മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച് അത് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെട്ടു പോകുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.